സ്തോത്രം. വീണ്ടുവരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിവേളയിൽ നമ്മുടെ മധ്യവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പാടി ആ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്വർഗം നമുക്ക് ഒരു കത്തുന്ന നല്ല വിലയേറിയ അവസരത്തെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. അതിൽ സന്തോഷിക്കുന്നവർ ഒരുമിച്ച് ഒരു നിമിഷം ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. എനിക്ക് ഒരുക്കപ്പെട്ട സമയം, എനിക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കുവാൻ പോകുന്ന സമയം. റാബാല ഷെഖനെ റദരെ ഷന്താരകന. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ റാബാ ഷെഖനെ ഒരു നിമിഷം ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ വന്നതല്ല, എൻ്റെ കർത്താവിനെ കൊണ്ടുവന്നു എന്ന് തിരിച്ചറിയുന്നവർ ഓ ഷാഖേനെ റാധുയ ഷാധു. ഇന്ന് വൈകിവേളയിൽ നമ്മൾ ഒരുമിച്ചായിരുന്ന സമയം മുതൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ആത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ആത്മാവിൻ്റെ വലിയ പകർച്ചയും തിരിച്ചറിയുവാൻ കഴിയുന്നവർ ഒരുമിച്ച് പട്ടണമധ്യത്തിൽ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ദൂതന്മാർ വാഴ്ത്തി മഹത്വപ്പെടുത്തുന്ന സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നാർക്കുന്ന സർവശക്തനായ ദൈവത്തെ ഒരുമിച്ച് റാബാല ഷെഖനെ റാദിയോ ഷെഖനെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് സ്തുത്യൻ, അങ്ങ് മാത്രം മഹാദൈവം, അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. ഓ റാബാല ഷെഖനെ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആരും മൗനമായിരിക്കരുത്. ചില നിമിഷങ്ങൾ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഷെഖനെ റാബാല ഷെഖെ റാധൂരിയ ഷാബാന റാധന ഷെഖെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഓ റാബാനെ ഷെഖെ. ആത്മാവിൻ്റെ പകർച്ചയ്ക്കായി, യെസ്, ആത്മാവിൻ്റെ പകർച്ചയ്ക്കായി തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത, ഓ ഷാബാല ഷെഖനെ, തടുത്ത് നിർത്തുവാൻ കഴിയാത്ത ആത്മസാന്നിധ്യം തിരിച്ചറിയുന്നവർ, മർക്കോസിൻ്റെ മാളിക മുറിയിൽ പെയ്തിറങ്ങിയ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ഓ റാബാല ഷെഖെ റാധൂനെ, അഗ്നി നാവുകളോടെ ഓ റാബാന ഷെഖെ റാധു, ഓ റാബാല ഷെഖെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചുമക്കുന്ന പുതിയൊരു തലമുറ എഴുന്നേറ്റതുപോലെ ഇന്ന് വൈകിവേളയിൽ അമേൻ സ്തോത്രം സ്തുതിക്കുന്ന ചിലരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അമേൻ ഈ വിധത്തിൽ പറയുന്നു. അമേൻ ഹല്ലേലൂയ. വെളിച്ചത്തിലേക്ക് അമേൻ ഒരു തലമുറയെ നടത്തുന്ന ഓ റാബാ ഷെഖനെ റദരെ പുതിയൊരു തലമുറയെ പട്ടണമധ്യത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുക. അമേൻ. ഓ റാബാ ഷെഖനെ റദരെ ഷന്താർഗന. മർക്കോസിൻ്റെ മാളിക മുറിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അമേൻ, ആ വെളിച്ചത്തിലേക്ക് ഒരു തലമുറയെ എഴുന്നേൽപ്പിച്ച കർത്താവ് ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളിലൂടെ അമേൻ റാബാ ഷെഖനെ റദരെ ഷന്താർഗന. ഇരുട്ടിൽ കിടക്കുന്ന അമേൻ, ഇരുട്ടത്ത് തപ്പി തടയുന്ന ഓ ഒത്തിരി പേരെ പുറത്തു കൊണ്ടുവരുവാൻ, ഒത്തിരി പേരെ നടത്തുവാൻ തക്കവണ്ണം, ഒത്തിരി പേരെ ഇരുട്ടിൻ്റെ ആഴത്തിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ, ഇരുട്ട് പിടിച്ചു വച്ചിരിക്കുന്ന ആഴത്തിൽ നിന്ന് ചിലതിനെ പിടിച്ചെടുക്കും. യേശുവിൻ നാമത്തിൽ ഒരു പുതിയ തലമുറ. ഓ റാബാല ഷെഖനെ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങി വരുന്ന ഒത്തിരി സന്ദർഭങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പല നിലകളിൽ പരിശുദ്ധാത്മാവ് ഭക്തന്മാരുടെ മേൽ വന്നു. പല നിലകളിൽ അതേക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ശിംശോനുമേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് സിംഹത്തെ അവൻ ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇവിധത്തിൽ പരിശുദ്ധാത്മാവ് പല നിലകളിൽ ഭക്തന്മാരുടെ മേൽ വന്നു. അവർ അസാധ്യമായ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ നോക്കൂ, ഇതിൽ നിന്ന് വ്യത്യസ്തമായി മർക്കോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിളർന്നിരിക്കുന്ന നാവുകൾ അവർ കണ്ടു, അഗ്നി നാവുകൾ അവർ കണ്ടു. ആമേൻ.
അഗ്നിയുടെ പുതിയൊരു തലം അഭിഷേകത്തോടുകൂടെ മർക്കോസിൻ്റെ മാളികമുറിയിൽ വെളിപ്പെടുകയുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഗ്നിമയമായി മർക്കോസിൻ്റെ മാളികമുറിയിൽ വെളിപ്പെട്ടു. ഇന്ന് ഈ വൈകിവേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ചുമക്കുന്ന അഭിഷേകം തീയാണ്. ആമേൻ. റാബാല ഷെഖനെ റദരെ ഷന്ധാരകന, നീ ചുമക്കുന്ന അഭിഷേകം ഇന്ന് ഈ രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ചുമക്കുന്ന അഭിഷേകം തീയാണ്. നീ ചുമക്കുന്ന അഭിഷേകം തീയാണ്. നീ ചുമക്കുന്ന അഭിഷേകം തീയാണ്. ആ തീക്ക് മുൻപിൽ ക്ഷുദ്രജീവികൾ നിൽക്കത്തില്ല. ആ തീക്ക് മുമ്പിൽ ഇരുട്ട് നിൽക്കത്തില്ല. ആ തീക്ക് മുമ്പിൽ വഴി അടഞ്ഞു. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. നോക്കൂ. ആമേൻ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും, ദൈവത്തിൻ്റെ ജനം ചെങ്കടൽ പിളർക്കപ്പെട്ട് തുറന്നു കിട്ടിയ വഴിയിലൂടെ നടക്കുമ്പോൾ ദൈവം അവർക്ക് അഗ്നിത്തൂണായി ശത്രുവിനും അവർക്കും മധ്യത്തിൽ നിന്നു. ആമേൻ. അവർ വെളിച്ചത്തിൽ നടന്നു. അഗ്നിത്തൂണിലിരുന്ന് അവർക്ക് വഴി കാട്ടിയ ദൈവം മർക്കോസിൻ്റെ മാളികമുറിയിലേക്ക് വരുമ്പോൾ ആ ദൈവം അന്നു മുതൽ അവർക്കൊപ്പം സഞ്ചരിക്കുവാനായി തുടങ്ങി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആമേൻ. പഴയ നിയമത്തിൽ ജനം നിലവിളിച്ചപ്പോൾ ഇറങ്ങി വന്നവൻ പുതിയ നിയമത്തിൽ ജനം സ്തുതിച്ചപ്പോൾ, ജനം കാത്തിരുന്ന് പ്രാപിച്ചപ്പോൾ അവർക്കൊപ്പം നടക്കുവാൻ ഇറങ്ങി വന്നു. റാബാല ഷെഖനെ റദരെ ഷന്ധാരകന, നീ എവിടെയെങ്കിലും കിടന്ന് നിലവിളിക്കുമ്പോഴല്ല, നീ എവിടെയെങ്കിലും കിടന്ന് ചങ്കുപൊട്ടി കരയുമ്പോഴല്ല, ആമേൻ, നീ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റാബാല ഷെഖനെ റദരെ ഷന്ധാരകന, സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നിനക്കൊപ്പം സഞ്ചരിക്കും. റാബാ ഷെഖനെ റദരെ ഷന്ധാരകന. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ആ ദിവസാന്നിധ്യം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആമേൻ. ശ്രദ്ധിക്കണമേ. ആമേൻ. രാത്രി ആമേൻ അഗ്നിസ്തംഭത്തിൽ ദൈവം അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? അവർക്ക് അപരിചിതമായ മരുഭൂമിയിൽ അവർ ആയിരിക്കുന്നു. ശ്രദ്ധിച്ചോ, അവർക്ക് അപരിചിതമായ മരുഭൂമിയിൽ അവർ ആയിരിക്കുന്നു. മരുഭൂമിയിൽ ക്ഷുദ്ര ജന്തുക്കളുണ്ട്. മരുഭൂമിയിലെ ജന്തുക്കളുടെ പ്രത്യേകത, സാധാരണ അന്തരീക്ഷത്തിൽ സാധാരണ പരിതസ്ഥിതിയിൽ അവർ ജീവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സാധാരണ പരിതസ്ഥിതിയിൽ ജീവിക്കുന്നവർക്ക് മരുഭൂമിയിലെ ക്ഷുദ്ര ജന്തുക്കളെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. ആമേൻ. പലപ്പോഴും നമ്മൾ പ്രശ്നത്തിലാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പറയും, ഞാൻ പ്രശ്നത്തിലാണ്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, ഞാൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, ഞാൻ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് പ്രശ്നമെന്നറിയത്തില്ല. ആമേൻ. ഏത് വഴിക്കാണ് പ്രശ്നം വരുന്നതെന്ന് അറിയത്തില്ല. എവിടെയാണ് ഇതിൻ്റെ ഉറവിടമെന്ന് അറിയത്തില്ല. മരുഭൂമിയിലെ പ്രശ്നം അതാണ്. നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവളാണെങ്കിൽ മുൻപിലുള്ള മരുഭൂമിയിൽ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത, നിനക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത, നീ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ, പുതിയ പ്രതിസന്ധിയുമായി പിശാച് കടന്നു വരുമ്പോൾ ആ വെല്ലുവിളികൾ നീ തകർന്നു പോകാതിരിക്കുവാൻ, ആ ഇരുട്ടിന്റെ മറപെട്ടി വരുന്നത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, ആ ശത്രുവിനെ തകർക്കുവാൻ റാബാല ഷെഖനെ തീ കൊണ്ട് ഉത്തരം നൽകുന്ന ഒരു ദൈവം. റാബാ ഷെഖനെ റാധിയ ഷാധാന റഖെ. ഓ താങ്ക് യു ലോർഡ്. അമേൻ. അമേൻ. ചില ക്ഷുദ്രജീവികളെ അമേൻ കർത്താവ് തുരത്തുവാൻ പോകുക. അമേൻ. എത്ര പേർ വിശ്വാസത്തോടെ പറയും, ഞാൻ പരിചയിച്ചിട്ടില്ലാത്ത, എനിക്ക് പരിചയമില്ലാത്ത ആമേൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില ക്ഷുദ്രജീവികളെ എൻ്റെ കർത്താവ് ആമേൻ നീക്കിക്കളയുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കൂ, ദൈവമുള്ളവൻ മുറിക്കകത്തായിരുന്നാലും മരുഭൂമിയിലായിരുന്നാലും ഒരുപോലെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അമേൻ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് അതൂത് പറയട്ടെ. അമേൻ. നിങ്ങൾ ദൈവമുള്ളവനാണ്. അമേൻ. നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്തെ ലിവിങ് റൂം പോലെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്ന ഏത് മരുഭൂമിയുടെ അവസ്ഥയും. റാബാ ഷെഖനെ റദരെ ഷന്ധാരകന, യേശുവിൻ നാമത്തിൽ അമേൻ. നീ അതുപോലെ ആ ലിവിങ് റൂമിൽ നടക്കുന്നത് പോലെ നീ മരുഭൂമിയിൽ നടക്കും. അമേൻ. നീ നിന്റെ ബെഡ്റൂമിനകത്ത് ഇരിക്കുന്നത് പോലെ ചില പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ നടക്കും. റാബാ ഷെഖനെ യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആമേൻ. തിരിച്ചറിയാതെ പോകരുത്. ആമേൻ. മരുഭൂമിയിൽ അപരിചിതമായ ആ ക്ഷുദ്ര ജീവികളെ തകർക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്ന ആമേൻ സ്തോത്രം ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് അതേക്കുറിച്ചല്ല. ആമേൻ. സ്തോത്രം. നോക്കൂ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മർക്കോസിന്റെ മാളികമുറിയിൽ ആ തീയുടെ അഭിഷേകം ഇറങ്ങുമ്പോൾ ആമേൻ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ആമേൻ പന്തിരുവരി വരെ അയച്ചു
തിരിച്ച് 70 പേരുടെ കൂട്ടത്തെ ഈരണ്ട് പേരായി അയച്ചതിനു ശേഷം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടും, ഞാൻ അതിന് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ആമേൻ. ഈ പാമ്പുകളെയും തേളുകളെയും എന്ന വാക്ക് വ്യക്തമാക്കുന്നത് ആമേൻ മരുഭൂമിയിൽ അന്നുള്ള ക്ഷുദ്ര ജീവികളെയാണ്. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ ആമേൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് പാമ്പുകളും തേളുകളും കീഴ്പ്പെടുമോ? ഇന്ന് ഈ വൈകിയവേളയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, തീ നിനക്കൊപ്പം ഉള്ളത് കൊണ്ട് ആ പാമ്പും തേളും ആമേൻ റാബാല ഷെഖനെ നിന്റെ കാൽ കീഴിൽ അടങ്ങുമെന്നാണ് വചനം പറയുന്നത്. ആമേൻ. മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് തീ നിനക്കൊപ്പം സഞ്ചരിക്കുവാൻ തുടങ്ങിയ റാബാ ഷെഖനെ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയോടെ ഈ കൂട്ടായ്മയുടെ മധ്യത്തിലായിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, തീ നിനക്കൊപ്പം പുറപ്പെടുക. റാബാ, തീ കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കാത്തിരിപ്പ് വൃഥാവല്ല, നീ കാത്തിരുന്നത് വെറുതെയല്ല. തീ കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന ഓ ഷെഖനെ അറാബാല ഷെഖനെ റദരെ ശന്താർഗന യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. അതേ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മർക്കോസിന്റെ മാളിക മുറി തുടങ്ങി തീ ഇവർക്കൊപ്പം സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. സ്തോത്രം. നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾ അറിയുന്നില്ല. ആമേൻ. ഈ മരുഭൂമിയിലെ ക്ഷുദ്രജീവികളെ തകർക്കുവാനുള്ള ആമേൻ പവർ ബാങ്ക് നമ്മളാണ്. ആമേൻ. ആ ഫയർ നമ്മളാണ്. ആമേൻ. സ്തോത്രം. നമ്മൾ വിശ്വാസത്തോടെ കാൽ വയ്ക്കുമെങ്കിൽ ആ മരുഭൂമി ലിവിംഗ് റൂമായി മാറും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇവിടെ എങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുമോ, ഇതുപോലെ ഇന്ന് നിങ്ങൾ പ്രാപിച്ചവരായി മടങ്ങുമെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങൾ സന്തോഷത്തോടെ, നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കും. കാരണം ആമേൻ ഇറങ്ങി വരുന്ന തീ നിങ്ങളിൽ നിന്ന് വിട്ടു മാറത്തില്ല. ആ തീ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ജ്വലിച്ച് കത്തിക്കൊണ്ടേ ഓ റാബാല ഷെഖനെ റാദിയ ശാന്താന റാബാല ഷെഖനെ റദരെ ശാന്താരകന ദീപൽ ബൗഡ ശാന്തോർഗന യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. അവൻ തിരിച്ചറിയുക, പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയും സാധ്യതകളും നമ്മൾ തിരിച്ചറിയുക. ആമേൻ. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ ഈ വൈകിയ വേളയിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ എനിക്കൊപ്പമായിരിക്കുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായി ഈ സമയം മാറും നിശ്ചയം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആമേൻ അതിൽ ഒരു പിശുക്കും ഇല്ല. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം. കാരണം ആ മർക്കോസിൻ്റെ മാളിക മുറിയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. ആമേൻ. ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരുടെ മേൽ പകരുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആമേൻ തീയുടെ ചൂട് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റാബാല ഷെഖനെ റദരെ ശാന്താരകൻ ആ ചൂട് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകലിൽ പുൽപ്പുറ്റിൽ ഞാൻ അനുഭവിച്ച ആ ചൂട് ആമേൻ. ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് നിന്നവർ അനുഭവിച്ച ആ ചൂട് സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ. ആമേൻ. സ്തോത്ര. ചില മരുഭൂമിയൊക്കെ ബെഡ്റൂമാക്കി മാറ്റുവാൻ, ചില മരുഭൂമിയൊക്കെ ലിവിംഗ് റൂമാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇന്ന് തീ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവ് റാബാല ഷെഖനെ റദരെ ശാന്താരകന തീ കൊണ്ട് ചിലരെയൊക്കെ അഭിഷേകം ഓ റാബാ ഷെഖനെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അമേൻ. വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. അമേൻ. അമേൻ. സ്തോത്രം. ആ ആത്മസാന്നിധ്യത്തിനായി ഏങ്ങിക്കൊണ്ട് അമേൻ കർത്താവേ നീ എൻ്റെ മേൽ പകരണമേ. അമേൻ. ആ ആത്മസാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അമേൻ. എന്ന് പകലിൽ സംസാരിച്ചതുപോലെ ജഡത്തിൽ വന്നവർ ആത്മാവിൽ തിരികെ പോകണമെന്ന്. അമേൻ. സ്തോത്രം. ഞാൻ അത് നിങ്ങളോടും ആവർത്തിക്കട്ടെ. നിങ്ങൾ ജഡത്തിലാണ് വന്നതെങ്കിൽ, നിങ്ങളുടെ ജഡമാണ് നിങ്ങളെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതെങ്കിൽ അമേൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ജഡമാണ് വലിച്ചുകൊണ്ട്. ചിലപ്പം രക്ഷ കിട്ടും, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ, അല്ലെങ്കിൽ ഭാര്യ നിർബന്ധിക്കുന്നു, ഭർത്താവ് നിർബന്ധിക്കുന്നു, സാഹചര്യങ്ങൾ നിർബന്ധിക്കുന്നു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വലുതായതുകൊണ്ടൊന്ന് പോയി നോക്കാമെന്ന് ജഡമാണ് നിങ്ങളെ വലിച്ചുകൊണ്ട് വന്നതെങ്കിൽ ഇന്ന് ആമേൻ സ്തോത്രം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ജഡത്തിൽ മടങ്ങരുത്, ആത്മാവിൽ മടങ്ങണം. ആമേൻ. റാബാ ഷെഖനെ യേശുവിൻ നാമത്തിൽ തിരികെ പോകുന്നത് ആത്മാവിലായിരിക്കണം. ആമേൻ. ആത്മാവ് നിങ്ങളെ കൊണ്ടുപോകണം, ആത്മാവ് നിങ്ങളെ കൊണ്ടുപോകണം. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആമേൻ സ്തോത്രം മനോഹരമായി ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ആമേൻ ഫിലിപ്പോസിനെ ആമേൻ സ്തോത്രം ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയി. 8-ാമത്തെ അധ്യായമായിരിക്കാം. ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയി. ആമേൻ ഷണ്ണൻ്റെ അടുക്കൽ നിന്ന്, നിർജ്ജന പ്രദേശത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ആമേൻ, അവിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എടുത്തുകൊണ്ടുപോകുന്ന അനുഭവങ്ങളെ ഈ ദിവസങ്ങളിൽ നെയ്യാറ്റിൻകര പട്ടണത്തിൽ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ചിലരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ യേശുവിൻ നാമത്തിൽ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എടുത്തുകൊണ്ടുപോകും. പട്ടണത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ ആമേൻ സ്തോത്രം, നിങ്ങൾക്ക് അപരിചിതമായ ചില ദേശങ്ങളിലേക്ക് സ്തോത്രം, പരിചിതമല്ലാത്ത ചില ദേശങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ എടുത്തുകൊണ്ട് പോകുവാൻ പോകുക. അതിനായി ഒരുങ്ങി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം വായിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ പിന്നെയും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പിരിയും. ആമേൻ. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. ആമേൻ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നും കൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടയ്ക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. താങ്ക് യു ലോർഡ്. യേശുവേ, ഈ നല്ല വൈകി വിളക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. മർക്കോസിൻ്റെ മാളികമുറിയിൽ പെയ്തിറങ്ങിയ ദൈവ സാന്നിധ്യം ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തി അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തിനു മേൽ, അടിയൻ്റെ ശബ്ദമെത്തുന്ന ശബ്ദപരിധിക്കകത്ത് അടിയനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ജീവിതങ്ങളിൽ അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ചലിച്ചു തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഇന്ന് രാത്രി ഇവരെ അഭിഷേകം ചെയ്ത് അങ്ങ് ഇവരോട് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അടിയനെ താഴ്ത്തിയേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഈ നല്ല വൈകിവേളയെ അങ്ങ് മുൻപോട്ട് നടത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ വാക്യം ഞാൻ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. ആമേൻ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. ആമേൻ. ഒരു വിവരണമാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒരു വിവരണമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ വിവരണം. ലൂക്കോസ് എന്ന എഴുത്തുകാരനാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ഇவ்விധത്തിൽ രേഖപ്പെടുത്തുകയാണ്, നസ്രയനായ യേശുവിനെ ദൈവം വെറുതെ അയച്ചതല്ല. നസ്രയനായ യേശു ആമേൻ വെറുതെ വന്നതല്ല, മറിച്ച് ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു അയച്ചു. ആമേൻ. ഇന്ന് ഈ വൈകിവേളയിൽ എനിക്കൊപ്പമായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ ദൈവം അയക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിളിക്കത്തുമില്ല, വെറുതെ അയക്കത്തുമില്ല. തൻ്റെ പരിശുദ്ധാത്മാവിനോടും ശക്തിയോടും കൂടെ അല്ലാതെ നിങ്ങളെ ദൈവം അയക്കത്തില്ല. ഇന്ന് ഇതിനകത്ത് നിന്ന് നിങ്ങൾ മടങ്ങുന്നത് ആമേൻ ആ പരിശുദ്ധാത്മാവിനോടും ആ ശക്തിയോടും കൂടെ. യേശുവിൻ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിനോടും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന, ഇന്നും അനേകർ ജീവിപ്പിക്കുമാറാക്കുന്ന ആമേൻ പരിശുദ്ധാത്മാവിനാലും ശക്തിയോടും കൂടെ നിങ്ങളെ കർത്താവ് അയക്കുവാൻ പോകുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ,
മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഈ ആഴ്ച പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയുടെയും നിറവിൽ നിങ്ങൾ ചില ഇടങ്ങളിലേക്ക് കടന്നു പോകുവാൻ പോകുക. പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയുടെയും ബലത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, നോക്കൂ, ആ പരിശുദ്ധാത്മാവോടും ശക്തിയോടും കൂടി യേശു അழைക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ജഡത്തിൽ വന്നതുപോലെ പോകരുത്. ആമേൻ, സ്തോത്രം. ജഡം കൊണ്ട് നിങ്ങൾ തിരിച്ചറിയരുത്, ആത്മാവ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആമേൻ, ആമേൻ, സ്തോത്രം. യേശുവിനെ ദൈവം തിരഞ്ഞെടുത്ത് അയച്ചത് ആമേൻ പരിശുദ്ധാത്മാവോടും ശക്തിയോടും കൂടെയാണ്. ആമേൻ, സ്തോത്രം. വെറുതെ ഈ ദുഷ്ടലോകത്തിൽ ആമേൻ കർത്താവ് നമ്മളെ അയക്കത്തില്ല. യേശു നമ്മളെ എങ്ങനെയാണ് അയച്ചത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരത്തോടുകൂടെ. ആമേൻ, സ്തോത്രം. നമുക്ക് അധികാരമുണ്ട്. ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ പറയും, എനിക്ക് അധികാരമുണ്ട്, എൻ്റെ കാലിന് അധികാരമുണ്ട്, എൻ്റെ കൈക്ക് അധികാരമുണ്ട്, എൻ്റെ നാവിന് അധികാരമുണ്ട്. റാബാല ഷെഖനെ റദരെ ശന്ത യേശുവിൻ നാമത്തിൽ ചിലത് പണം വിടർത്തുന്നുണ്ടെങ്കിൽ, ചിലത് തല നിവർത്തുന്നുണ്ടെങ്കിൽ, ആമേൻ, അതിന്റെ ശക്തിയല്ല, അതിനെ തകർക്കുന്ന അധികാരം. ആമേൻ, സ്തോത്രം. നോക്കൂ, ആ പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയുടെയും വ്യാപാരത്താൽ ആ വാക്യത്തിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പിശാച് ബാധിച്ച രോഗികൾക്ക് യേശു സൗഖ്യം നൽകി. നിങ്ങൾ അവൻ പ്രത്യേകമായ ഭാഗം ശ്രദ്ധിക്കുക. രോഗത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ചില രോഗങ്ങളുടെ കാരണം പിശാചിൻ്റെ ബാധിപ്പാണെന്ന് അവൻ ബൈബിൾ മറയില്ലാതെ വെളിപ്പെടുത്തുന്നു. പിശാചിനാൽ ബാധിക്കപ്പെട്ട വ്യക്തികൾ കാലാന്തരത്തിൽ രോഗികളായിത്തീരുന്നു. ആമേൻ. പിശാചിൻ്റെ പ്രവൃത്തി ജഡശരീരങ്ങളിൽ വെളിപ്പെടുമ്പോൾ മരുന്നിനും വൈദ്യനും സുഖമാക്കുവാൻ കഴിയാത്ത അസുഖങ്ങൾ ഉണ്ടാകുന്നു. ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അതിന് സാക്ഷ്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-24 മുതൽ നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ രക്തസ്രവക്കാരിയായ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ സ്ത്രീ 12 വർഷമാണ് തനിക്കുള്ളത് മുഴുവനും വിറ്റ് പറക്കി ആമേൻ ഏറിയ വൈദ്യന്മാരെ കണ്ട് ചികിത്സിച്ചിട്ടും തനിക്കൊരു സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാതെ പോയത്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു തിരിച്ചറിയുകയാണ്, ആമേൻ, ഇവളെ രോഗിയാക്കിയിരിക്കുന്നത് പിശാചാണ്. യേശുവിൻ്റെ വാക്കിന് മുമ്പിൽ, യേശുവിൽ നിന്ന് പുറപ്പെട്ട ആ ശക്തിക്ക് മുൻപിൽ പിശാച് അവളെ വിട്ട് മാറുകയും ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൾ സമാധാനത്തോടെ മടങ്ങുകയും ചെയ്തു. ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? ആമേൻ, സ്തോത്രം. ചില രോഗങ്ങൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമുണ്ട്. എന്നെ കേൾക്കുന്ന സഭയെ, ദേശത്തിലെ ഡോക്ടറിനല്ല, പട്ടണത്തിലെ ഡോക്ടറിനല്ല, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലല്ല, ആമേൻ, ആമേൻ, ആ ഭൂതത്തെ, ആ രോഗത്തെ സൗഖ്യമാക്കുവാനുള്ള അധികാരം നിനക്ക് അധികാരമുണ്ട്. റാബാല ഷെഗനെ റദരെ ശന്താർഗന. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നിന്റെ ദേശത്തിലെ ഏറ്റവും പേരുകെട്ട ഡോക്ടർക്കല്ല, ആമേൻ, സ്തോത്രം, നീ അറിയുന്ന ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനല്ല, ആമേൻ, ആ രോഗത്തെ സൗഖ്യമാക്കുവാനുള്ള അധികാരം, ഭൂതത്തെ പുറത്താക്കിക്കൊണ്ട് ആ രോഗത്തെ സൗഖ്യമാക്കുവാനുള്ള അധികാരം നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. റാബാല ഷെഗനെ റദരെ ശന്താർഗന. ആ പിശാചിന്റെ കെട്ടുകളെ അഴിക്കുവാൻ ആറാധീരെ ഷെഗനെ വർഷങ്ങളായി തന്നെ നിന്നയിൽ, വർഷങ്ങളായി തന്നെ നിരാശയിൽ തലകുനിപ്പിച്ച ആരോ കരയുന്നുണ്ട്. നീണ്ട വർഷങ്ങളുടെ നിന്ന, നീണ്ട വർഷങ്ങളുടെ നിരാശ, നീണ്ട വർഷങ്ങളുടെ വേദന. ബാല ഷിയാറാധരെ ഷെഖനെ റദരെ ശന്താർഗന. യേശുവിൻ നാമത്തിൽ ആമേൻ, അതിനുള്ള അധികാരം നിനക്കാണ്. ആമേൻ, ആമേൻ. ചിലതിനെ പുറത്ത് കളയുവാനുള്ള അധികാരം നിനക്കാണ്. ആമേൻ. ഇന്ന് ഈ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആമേൻ, സ്തോത്രം, നിങ്ങളോട് ഞാൻ പ്രവചിച്ച് ഒരു ദൂത് പറയട്ടെ. ആമേൻ, സ്തോത്രം. നിങ്ങൾ ആമേൻ ചിലരുടെ മേൽ ആമേൻ ചിലർക്ക് ഷേക്കൻഡ് കൊടുക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾ ചിലർക്ക് ഷേക്കൻഡ് കൊടുക്കുമ്പോൾ ആമേൻ ഭൂതം അവരിൽ നിന്ന് വിട്ടുമാറുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീണ്ട വർഷങ്ങളായി അവരെ ബന്ധിച്ചിരിക്കുന്ന ഭൂതം അവരിൽ നിന്ന് വിട്ടുമാറുവാൻ പോകുക. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. ആമേൻ. ചില ഭവനങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക്
സൈലൻ്റായിട്ട് കടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം പറഞ്ഞ് അകത്ത് കയറാറുണ്ട്. ആമേൻ ആമേൻ. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററെ സിസ്റ്ററെ നിങ്ങൾ വന്ന് കൈ തന്ന് കയറിയ സമയം മുതൽ എനിക്ക് സന്തോഷമുണ്ടായി, എനിക്ക് ചിരിക്കുവാൻ തോന്നുന്നുണ്ട്. ആമേൻ സ്തോത്രം. അർത്ഥാൽ ചില വർഷങ്ങളായി അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ്, സമാധാനം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് കൂടെ കൂടിയ പിശാച് വിട്ടുമാറി സൈലൻ്റായി തന്നെ നിങ്ങൾ കൈ കൊടുക്കുമ്പോൾ റാബാല ഷെകനെ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധാരകന, നീ നിന്റെ മകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നീ നിന്റെ മക്കളുടെ തലയിൽ കൈവച്ച് ഓ യെസ് റാബാ ഷെകെ ഓറി ദേരെ ഷെകനെ ബൗറാ ധാന ഷെകെ യെസ് റാബാ ഷെകനെ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പ്രൈസ് ഫാമിലിക്കായി ഒപ്പമായിരിക്കുന്ന ഒരു സഹോദരി ആമേൻ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സാക്ഷ്യം അവൻ എന്നോട് പറയുകയുണ്ടായി. ആ ഒരു സാക്ഷ്യം മാത്രമല്ല, പല സാക്ഷ്യങ്ങളും ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്താറുണ്ട്. ആമേൻ സ്തോത്രം. ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്. ആമേൻ. ഒരിക്കൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു വളരെ ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ ആമേൻ മകൾ ആമേൻ സ്തോത്രം നഴ്സിംഗ് കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 30 വയസ്സിനോട് അടുക്കുന്നു. ആമേൻ. വിവാഹം കഴിച്ചിട്ടില്ല. അവളുടേതായ ചില ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. ആമേൻ. ആ അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുമ്പോഴൊക്കെ ആ അമ്മ സങ്കടത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, പാസ്റ്ററെ എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് വേറെ ഒരു കുറവുമില്ല, ദൈവകൃപയാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുണ്ട്. ആമേൻ. പിള്ളേരുടെ അപ്പൻ ഗൾഫിലായിരുന്നു, അവിടെ വെച്ച് ഒരുപാട് സമ്പാദിച്ചു. ആമേൻ. അതിനു മുമ്പും ഞങ്ങൾ വന്നു കയറിയ സമയം മുതൽ, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച സമയം മുതൽ ഒന്നിനും കുറവൊന്നുമില്ല, ദൈവം എല്ലാം തന്നു. ആമേൻ. ഞങ്ങൾക്ക് പക്ഷേ ഈ ദിവസങ്ങളിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ മകളെ ചൊല്ലി ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ. ആ മകളെ പല ആമേൻ സൈക്കോളജിസ്റ്റുകളെ ആമേൻ സ്തോത്രം ആ അമ്മ കാണിക്കുവാനിടയായി. അമ്മയും അപ്പനും നിർബന്ധിച്ച് പലരുടെയും അടുക്കൽ കൊണ്ടുപോകും. ആമേൻ. അവൾ കൗൺസിലിങ്ങിനൊക്കെ സന്തോഷത്തോടെ ഇരുന്ന് കൊടുക്കും. ആമേൻ. എല്ലാം കഴിയുമ്പോൾ അവരോട് ടാറ്റയും പറഞ്ഞ് അവൾ പോരും. പക്ഷേ അവൾ വല്ലാത്തൊരവസ്ഥയിൽ ആമേൻ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയോ സന്തോഷത്തോടെ മാതാപിതാക്കൾക്കൊപ്പം വന്നിരിക്കുകയോ ആരെങ്കിലും വീട്ടിൽ പോയാൽ പുറത്തിറങ്ങുകയോ ചെയ്യാതെ വല്ലാത്തൊരവസ്ഥയിൽ ആ മകളായിരുന്നു. അമ്മ പറഞ്ഞത് ഇതാണ്, ഒരു ദിവസം പാസ്റ്ററെ ആമേൻ സ്തോത്രം ഞാൻ ആമേൻ ഹെഡ്ഫോൺ വെച്ച് ആമേൻ സ്തോത്രം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് നമ്മുടെ ഒരു പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന ഉണ്ടെന്ന് കേട്ടുകൊണ്ട് നിന്ന് അവളുടെ ഡ്രസ്സ് ആമേൻ സ്തോത്രം നനച്ചിടുകയായിരുന്നു. ഡ്രസ്സ് ആമേൻ അലക്കുകയായിരുന്നു. ഡ്രസ്സ് അലക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല ആമേൻ സ്തോത്രം ഞാൻ അങ്ങനെ വിശ്വസിച്ചു എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഡ്രസ്സിലേക്ക് ആമേൻ ചലിച്ചു തുടങ്ങിയെന്ന്. ആമേൻ. ഈ ഡ്രസ്സിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങുവാൻ തുടങ്ങിയെന്ന് ആമേൻ എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞെങ്ങനെയാണ് പൊന്നുപാസ്റ്ററെ, പിറ്റേ ദിവസം ആമേൻ ഈ ഡ്രസ്സും ഇട്ടുകൊണ്ട് ആമേൻ സ്തോത്രം പുറത്തു പോകുവാൻ ഇറങ്ങിയ കുഞ്ഞ് ആമേൻ എൻ്റെ മുമ്പിൽ, ഞാൻ ആമേൻ ഹാളിനകത്ത് ബൈബിളുമായിട്ട് നിന്നപ്പോൾ അവൾ ആ എൻ്റെ മുൻപിൽ നിന്ന് ആമേൻ തുള്ളിച്ചാടിവാനായിട്ട് തുടങ്ങി. ആമേൻ സ്തോത്രം. ആ ഡ്രസ്സും ഇട്ട് അവൾ പുറത്തിറങ്ങിയപ്പോൾ അവൾ എൻ്റെ മുൻപിൽ നിന്ന് തുള്ളിച്ചാടുവാനായിട്ട് തുടങ്ങി. എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നിൽ നിന്ന് വ്യാപരിച്ച ദൈവശക്തി അവളുടെ ഡ്രസ്സിന് മേൽ വ്യാപരിച്ചിട്ടുണ്ട്. ആ ഡ്രസ്സിൽ നിന്ന് ശക്തി അവളുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. റാബാല ഷെകനെ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. ആ അമ്മ പറഞ്ഞത് ഇപ്പൊ ആ മകൾ മുറിക്കകത്തൊന്നും ഇരിക്കത്തില്ല. ആമേൻ. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായി. ആമേൻ. കേൾക്കണമേ. ആമേൻ. നിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ തലമുറകളുടെ വസ്ത്രത്തിലേക്ക്, നിന്റെ തലമുറകളുടെ ശിരസിലേക്ക്, നിന്റെ തലമുറകളുടെ ശരീരത്തിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കുക. നീ പാചകം ചെയ്യുന്ന ആഹാരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നീ പാചകം ചെയ്യുന്ന ആഹാരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ നിന്ന് വ്യാപരിക്കുക. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. പലതിനും കാരണം ആമേൻ രോഗമല്ല, സാഹചര്യങ്ങളല്ല, പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമാണ്. അതിനെ തകർക്കണമെങ്കിൽ MBBS പഠിച്ച ഡോക്ടർ പറ്റത്തില്ല. പിതാവായ ദൈവത്തിന് അതറിയാം. അതുകൊണ്ട് യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തയച്ചു. ആമേൻ സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ പൊന്നും വെള്ളിയും ഉള്ളവരെ ഒന്നും പൗലോസ് ആമേൻ കർത്താവ് നോക്കിയില്ല. ആമേൻ. വിദ്യാഭ്യാസം കൂടിയവരെ ഒന്നും കർത്താവ് നോക്കിയില്ല. കർത്താവിനറിയാം വിളികേട്ടിറങ്ങുവാൻ മനസ്സുള്ളവൻ മതി, അവന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ അധികാരമുണ്ട്. എൻ്റെ പക്കൽ പകരപ്പെട്ട അഭിഷേകമുണ്ട്. നിനക്ക് തരുവാൻ, നിന്റെ മേൽ പകർന്നു തരുവാൻ സ്വർഗത്തിലെ അധികാരമുണ്ട്, അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഈ രാത്രിയിൽ നിന്റെ മേൽ പകരപ്പെടുക. റബാല ഷെകനെ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോർഗന ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർക്കായി റബാ ഷെകനെ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും
ആമേൻ. യേശു മുൻപോട്ട് പോകുമ്പോൾ നോക്കൂ, വചനം പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-13 വാക്യങ്ങൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം ആരെങ്കിലും ഒന്ന് എടുത്തെങ്കിലും ഒരു നിമിഷം ഒന്ന് വായിച്ച്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം ആമേൻ, സ്തോത്രം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ആമേൻ. 13-ാമത്തെ വാക്യം കൂടെ ആമേൻ ചേർത്ത് വായിക്കണം. പിശാച് അവനെ വിട്ട് മാറി. ആമേൻ. ഒരിക്കൽ കൂടി പറയട്ടെ, ആത്മാവിൻ്റെ ശക്തിയാൽ പിശാച് യേശുവിനെ വിട്ട് മാറി. ആമേൻ. വിടാതെ പിന്തുടരുന്ന ചിലത് നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിട്ടുമാറും. ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? അവൻ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, വിടാതെ പിന്തുടരുന്ന ചിലത്. ആമേൻ. ചിലർക്ക് തിരിച്ചറിയാം. ആമേൻ. ചിലതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എനിക്ക് പറ്റുന്നില്ല. ആമേൻ. ചില ആമേൻ പൈശാചികമായ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ എനിക്ക് കഴിയുന്നില്ല. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഒരുപക്ഷെ പൈശാചികമായ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം. ആമേൻ. ഈ പറയുന്നത് പോലെ ഇതെല്ലാം പിശാചിൻ്റെ പ്രവൃത്തികളാണോ? എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ആമേൻ അനർഹമായി ആമേൻ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലാതെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നിൽ ഒരു പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്. അവൻ ഇനി നിങ്ങൾ കയ്യിലിരിപ്പ് കൊണ്ടൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ കയ്യിലിരിപ്പ് കൊണ്ടുവന്ന ഒരു പിശാചുണ്ട്. ആമേൻ. നമ്മളൊക്കെ ബേസിക്കലി ദൈവത്തിൻ്റെ മക്കളാണ്. ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കൾ ആമേൻ, സ്തോത്രം, ആ തെറ്റിലേക്ക് വീണു പോകുന്നുണ്ടെങ്കിൽ അവനെ നിയന്ത്രിക്കുന്ന ഒരു പിശാചുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ പിശാച് നീങ്ങിപ്പോകും. ആമേൻ. ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ആമേൻ, നമ്മുടെ ആമേൻ ചിന്തകൾക്കനുസരിച്ചല്ല പിശാചിൻ്റെ പ്രവൃത്തികൾ നീങ്ങിപ്പോകുന്നത്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല, നമ്മുടെ മേൽ നിറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഓ സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നമ്മുടെ മേൽ നിറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് യു. അവൻ ചിലർ വിചാരിക്കുന്നത് ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറത്തു നിന്ന് വന്ന് എല്ലാവരെയും കഴുകി ശുദ്ധീകരിച്ചിട്ട് പോകും. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നിൽ വരും. ആമേൻ. നിന്നിലൂടെ ഒപ്പമുള്ളവരെല്ലാം മാനസാന്തരപ്പെടും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് ഈ രാത്രിയിലും ആ ശക്തി വഹിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുത്താൽ, ആമേൻ, സ്തോത്രം, അത് തീയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. പലർക്കും അതുകൊണ്ടാണ് മടി. ആമേൻ. ആ ശക്തിയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, എൻ്റെ ദൈവമേ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേലൊന്ന് പകരണമേ, നിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ ഒന്ന് നടത്തണമേ. ഞാൻ കടന്നു പോകുന്നിടത്തൊക്കെ, ഞാൻ കാൽ വയ്ക്കുന്നിടത്തൊക്കെ, എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ശക്തി പ്രകടനം, വ്യാപാരം വെളിപ്പെടണമേ. ഓ ശേഖരെ റദരെ ശന്താരകന ദീപൽ ബൗഡ ശന്തോർഗന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ മുൻപോട്ട് പോയി. ആത്മാവിനാൽ നടത്തപ്പെട്ടു എന്ന് പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ലൂക്കോസ് പറയുന്നുണ്ട്, 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ആ ശക്തിയാൽ യേശു നടന്നപ്പോൾ ചിലർ ഭ്രാന്തന്മാരെ പോലെ പെരുമാറുവാനായിട്ട് തുടങ്ങി. ആമേൻ. സ്തോത്രം. ചിലർക്ക് ഭ്രാന്ത് എടുക്കുന്നത് പോലെ തോന്നി. കാരണം യേശു വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ സൗഖ്യമാക്കി. യേശു ചിലത് ചെയ്തപ്പോൾ ചിലർക്ക് ഭ്രാന്ത് എടുക്കുവാനായി തുടങ്ങി. ആമേൻ. നീ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നടന്നു തുടങ്ങുമ്പോൾ, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ, ചിലർക്കൊക്കെ ഭ്രാന്ത് വരുവാനായിട്ട് തുടങ്ങും. ആമേൻ. ഇതുവരെ മിണ്ടാതിരുന്നവരൊക്കെ വയലൻ്റ് ആകുവാൻ തുടങ്ങും. ആമേൻ. ഇതുവരെ സൈലൻ്റ് ആയിരുന്നവരൊക്കെ ചിലർ ആമേൻ വയലൻ്റ് ആകുമ്പോൾ നീ തിരിച്ചറിഞ്ഞോളണം, നീ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ്. ആമേൻ. ചിലരൊക്കെ വയലൻ്റ് ആകുമ്പോൾ, ചുറ്റുമൊക്കെ ഇളകുമ്പോൾ, നിന്റെ ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിശാചിന്റെ തേർവാഴ്ച നീ കാണുമ്പോൾ തിരിച്ചറിഞ്ഞോ, നീ ആത്മാവിനാൽ നടക്കപ്പെടുവാനായി തുടങ്ങിയിട്ടുണ്ട്.
ഇനി പിശാചിന് ചില ദേശങ്ങളെ അവകാശമാക്കി വയ്ക്കുവാൻ കഴിയത്തില്ല. ഇനി പിശാചിന് ചില വ്യക്തികളെ അവകാശമാക്കി വയ്ക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും ആവർത്തിച്ച് പറയട്ടെ സഹോദരി, ഇനി പിശാചിന് നിന്റെ കുടുംബത്തെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെ അവകാശമാക്കി വയ്ക്കുവാൻ കഴിയത്തില്ല. നിന്റെ ഭാവിയെ അവകാശമാക്കി വയ്ക്കുവാൻ കഴിയത്തില്ല. ചിലർ ഭ്രാന്തെടുക്കും വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ റാബാല ശകനെ റദരെ ശന്താരകന ദീപൽ ബൗഡ ശന്തോർഗന യേശുവിൻ നാമത്തിൽ ആമേൻ. നോക്കൂ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു നടക്കുവാൻ തുടങ്ങിയപ്പോഴാണ് താൻ കടന്നുപോയിടത്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുവാനായി തുടങ്ങിയത്. ഞാനല്ല പറയുന്നത്, ബൈബിൾ അത് പറയുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ നടക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ആമേൻ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിങ്ങൾ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ, നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 7-14 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ശവമഞ്ചത്തിലായ നൈനിലെ വിധവയുടെ മകനോട് ആമേൻ യേശു പറയുക, ആമേൻ സ്തോത്രം, നീ എഴുന്നേൽക്ക്. ആമേൻ. രാവിലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ആമേൻ. ഏത് ഡോക്ടർ പറഞ്ഞാലും, എത്ര ആമേൻ പണമുള്ളവൻ, പേരുള്ളവൻ, പ്രശസ്തിയുള്ളവൻ പറഞ്ഞാലും ശവം കേൾക്കത്തില്ല, ചത്തുപോയത് കേൾക്കത്തില്ല. പക്ഷേ യേശു പറഞ്ഞ ചത്തുപോയതും കേൾക്കും. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ആമേൻ. ചിലതിനൊക്കെ ആമേൻ പിശാചു കൊന്നു കളഞ്ഞു. ആമേൻ. ചിലതിൻ്റെ ഒന്നും ചെവിക്കകത്തൊന്നും കയറത്തില്ല. ഇന്ന് ഈ വൈകിവേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, മഞ്ചത്തിലായ ചിലതൊക്കെ, ആമേൻ, പിശാചിനാൽ പിടിപ്പെട്ടു പോയ ചിലതൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള നിന്റെ ശബ്ദം കേൾക്കുവാൻ പിശാച് അടച്ചു വെച്ച ചെവിക്കകത്ത് അധികാരമുള്ള നിന്റെ ശബ്ദം മുഴങ്ങുവാൻ യേശുവിൻ നാമത്തിൽ നിന്റെ ശബ്ദം ഒരിക്കലും ചെന്നെത്തുവാൻ ഇടയില്ലാത്ത ചില ആമേൻ ചെവിക്കകത്തേക്ക് നിന്റെ ശബ്ദം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്റെ ശബ്ദം ചെന്നെത്തുവാൻ പോകുക. കിടക്കയിലായി പോയ മഞ്ചത്തിൽ അനേകർ ചുമന്നുകൊണ്ട് നടക്കുന്നവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കിടക്കയിലായി പോയ പിശാച് കിടക്കയിലാക്കി കളഞ്ഞ, പിശാച് നഷ്ടപ്പെടുത്തി കളഞ്ഞ, നിന്റെ കണ്ണുനീരിന് കാരണമാക്കിയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ചിലരൊക്കെ എഴുന്നേൽക്കുവാൻ പോകുക, ചിലരുടെ ജീവിതമൊക്കെ എഴുന്നേൽക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ റാബാല ശെഖനെ റദരെ ശന്താരകന. ഒരുമിച്ച് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് റാബാ ശെഖനെ റദരെ ശന്താരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുമിച്ച് നല്ല കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മടങ്ങുവാൻ, ആമേൻ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ആമേൻ, വന്നത് താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ വന്നത്, ആമേൻ, ജഡത്തിലായിരിക്കാം വന്നത്. ആമേൻ. നിങ്ങളുടെ ജഡത്തിന്റെ ചിന്തകളും നിങ്ങളുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങളുമായിരിക്കാം നിങ്ങളെ ഈ ഹോളിനകത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയുന്നു, നിങ്ങൾ തിരിച്ചു പോകുന്നത് ആ ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കത്തില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നിങ്ങൾ പോകുവാൻ പോകുക. പരിശുദ്ധാത്മാവ് അപരിചിതമായ ചില മേഖലകളിലേക്ക് ഒരുമിച്ച് ആമേൻ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം, ആമേൻ, 9-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ആമേൻ, ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന്. നോക്കൂ, ആമേൻ, സ്തോത്രം. ആമേൻ. പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി മടങ്ങി. 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആമേൻ, അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇന്ന് ഈ വൈകിയ വേളയിൽ, ആമേൻ, ചിലർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ആമേൻ, പരിശുദ്ധാത്മ പൂർണ്ണന്മാരായി, ആമേൻ, മേൽക്കുമേൽ ശക്തി പ്രാപിക്കുവാൻ ക്രിസ്തു തന്നെ ദൈവമെന്ന് നിന്റെ ജീവിതം കൊണ്ട് തെളിയിക്കും വിധത്തിൽ, സഹോദര സഹോദരി, നിന്റെ കുടുംബ ജീവിതം കൊണ്ട് ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിക്കും വിധത്തിൽ യേശുവിൻ നാമത്തിൽ ഇത് വൈകിയവേളയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ, ആമേൻ, നിന്റെ ജീവിതം കൊണ്ട് ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിക്കുവാൻ പോകുക.
സരൺ ബ്രദറെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതം കൊണ്ട് ക്രിസ്തു തന്നെ ദൈവമെന്ന് നിന്റെ ആമേൻ സ്തോത്രം ജീവിതം കൊണ്ട് യേശു തന്നെ ദൈവമെന്ന് നീ തെളിയിക്കുവാൻ പോകുക. നോക്കൂ, തീർന്നില്ല. 22 പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാ. ചിലരെ അവൻ മിണ്ടാതെയാക്കി, ചിലർ മിണ്ടാതെയാവും. ആമേൻ. വാ തുറന്ന് അടയ്ക്കാത്ത ചിലർ നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന ചിലതിനെയൊക്കെ നീ മിണ്ടാതാക്കുവാൻ പോകുക ഇന്ന്. ആമേൻ. ഈ വൈകിയ വേളയിൽ നീ പ്രാപിച്ചു മടങ്ങുന്ന പരിശുദ്ധാത്മാവിനാൽ ചിലതിനൊക്കെ നീ മിണ്ടാതാക്കുവാൻ പോകുക. സഹോദരി, ആമേൻ, നിന്റെ കുടുംബ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന, വാ തുറന്നാൽ നിനക്ക് വിരോധമായി പറയുന്ന, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ കുടുംബത്തിലെ സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വിരോധമായി പറയുന്ന ചിലതിനെ നീ മിണ്ടാതാക്കുവാൻ പോകുക. പരിശുദ്ധാത്മ പൂർണ്ണതയോടെ നീ മടങ്ങി. റബാല ഷെഗനെ റദരെ ഷന്ധാർഗന ദീപൽ ബൗഡ ഷന്തോർഗന യേശുവിൻ നാമത്തിൽ ഈ രാത്രിയിലും ആ പരിശുദ്ധാത്മ പൂർണ്ണനാകുവാൻ തക്കവണ്ണം ഓ റബാല ഷെഗനെ റദരെ ഷന്ധാർഗന അനന്യാസിനെ അയച്ച യേശു അവൻ നിങ്ങളുടെ മധ്യേ ഞങ്ങളെ അയച്ചിരിക്കുക. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ പരിശുദ്ധാത്മ പൂർണ്ണനാകുവാൻ റബാല ഷെഗനെ റദരെ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, സ്തോത്രം. ചില പൈശാചിക മണ്ഡലങ്ങൾ വായടയ്ക്കുവാൻ പോകുക. നീ കേൾക്കുന്ന ശബ്ദം ആമേൻ മനുഷ്യന്റെ ശബ്ദമല്ല. ആമേൻ, പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ ഉറക്കത്തെ കളയുന്ന, നിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ മിണ്ടാതാകുവാൻ പോകുക. ഓ റാബാല ഷെഗനെ റദരെ ഷന്ധാർഗന ദീപൽ ബൗഡ ഷന്തോർഗന യേശുവിൻ നാമത്തിൽ ഇന്നലകൾ നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്ത, ഇന്നലകൾ നിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തിയ, ഇന്നലകൾ നിന്റെ സമാധാനത്തെ കവർന്ന് ഓ റാബാനെ ഷെഗനെ റദരെ ഷന്ധാർഗന ആമേൻ ചിലതിനെ നീ മിണ്ടാതാക്കുവാൻ പോകുക. ചില വായ് നിനക്ക് മുമ്പിൽ അടയുവാൻ പോകുക. റാബാന ഷെഗെ ഓ സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചതുപോലെ, രജനീഷ് ബ്രദറെ പ്രാർത്ഥിക്ക്. മേൽക്കുമേൽ ശക്തിയോടെ ചിലതിനൊക്കെ മിണ്ടാതാക്കുവാൻ പോകുക. റബാ ഷെഗനെ റാദിയ റബല ഷെഗനെ റദരെ ഷന്ധാർഗന പരിശുദ്ധാത്മാവോടെ ശക്തിയോടെ ഓ റാബാ ഷെഗെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് ആത്മാവിന്റെ ശക്തിക്കായി റബാ ഓറി ദേരെ ഷെഗനെ ബൗറാദിയ രതേനെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ അടിച്ച് നല്ല കർത്താവിനെ പാടി മഹത്വപ്പെടുത്തിയാണ്. ഓ ഷാബാലെ രതേരെ ഷെഗെ. ഓ പകരപ്പെടുന്ന ആത്മസാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് താങ്ക് യു ലോർഡ്. ഓ റാബാല ഷെഗെ ഓ റാബാല ഷാഹിയ തെരെ ഷെഗെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനാദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനാദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി
എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മദാതിയായി ഒഴുകി എന്നിരുന്നു വാ ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു വാ ആത്മദാതിയായി ഒഴുകി എന്നിരുന്നു വാ ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു വാ മഴ പോലെ പെയ്തിറങ്ങി 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 വാ ശബ്ദ വൈദവ ശബ്ദ അത്തര വൈദ ശബ്ദ വികല വന്ദനകനെ വികല വൈദ ശബ്ദ വികല വന്ദന വല്ലവ വികല വികല കനക ശബ്ദ വികല വൈദവ വികല വന്ദ ശബ്ദ വികല വന്ദന കനക ശബ്ദ വികല വന്ദവ വികല വികല കനക ശബ്ദ വൈദവ വികല ചുടവ വന്ദവ വികല വൈദ ശബ്ദ വികല വൈദവ അത്തര കനക വികല വംശാരകന വൈദവ വികല കനക വികല വംശാരകന വികല വൈദ കനക ഫേരെ വികല വികല വംശാരകന ഓ വികല കനക ശബ്ദാരകന വൈദവ വികല വൈദ കനക ഫേരെ വികല വംശാരകന വികല വന്ദവ വികല വികല വംശാരകന വൈദവ വികല വംശാരകന വികല വലവല അത്തര പോലെ പെയ്തിറങ്ങി മഴ പോലെ പെയ്തിറങ്ങി ആത്മശക്തി ആരാബാബാ റിയാറബല യാറബാബാ സിയാൻദേ വൈരാബാബാ യാറബാബാ യാറബാബാ യോടബാബാബാ യാറബാബാബാ യോടബാബാ യാറബാബാബാ യോടബാബാബാ യാറബാബാബാ യോടബാബാബാ സിയാൻദേ യാറബാബാബാ യോറാ യാറബാബാ വൈരാബാബാ യാറബാബാ സിയാൻദേ ഓറാ യാറബാബാ യേശുവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നേ ആമേൻ എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആമേൻ ശൂഷൻ രാജധാനി കലങ്ങിപ്പോയൊരു വിഷയമുണ്ടായി ആമേൻ യഹൂദന്മാരെല്ലാം ഭയന്നൊരു വിഷയമുണ്ടായി ഒരു ഹാമാൻ ദൈവജനത്തിന് വിരോധമായി എഴുന്നേറ്റു 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ആ ഹാമാനെ ദൈവം തൂക്കി മാറ്റി നിന്റെ ജീവിതത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില ഹാമാന്മാരെ നിന്റെ ജീവിതത്തെ കലക്കി മറിക്കുന്ന ചിലതിന് ചിലതിനെ നിന്നെക്കാൾ സ്വാധീനമുള്ള ചിലതിനെ ഈ വീഡിയോ കാണുന്ന ആമേൻ സ്തോത്രം ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയം എനിക്കറിയത്തില്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആമേൻ സഹോദര നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ നിന്റെ തൊഴിലിടത്തിൽ ആമേൻ ചില വെല്ലുവിളികൾ ഉയർത്തി കലക്കമുണ്ടാക്കിയ നിന്റെ ജീവിതത്തെ കലങ്ങി മറിയുമാറാക്കിയ അവൻ നീ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാ നീ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരുന്നതാ നിന്റെ ജീവിതത്തെ കലക്കി മറിയിക്കുമാറാക്കിയ ചില ഹാമാന്മാരെ ദൈവം തൂക്കി മാറ്റുവാൻ പോകുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത പ്രാർത്ഥിക്കാം ദൈവം ചിലതിനെ തൂക്കി മാറ്റുവാൻ പോകുക ദൈവം ചിലതിനെ തൂക്കി മാറ്റുവാൻ പോകുക ദൈവം ചിലതിനെ തൂക്കി മാറ്റുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം ആമേൻ സ്തോത്രം.
അനീഷ സിസ്റ്റർ അടുത്ത് നിൽക്കുന്ന സഹോദരിയോട് പറയും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ആമേൻ സ്തോത്രം, നീ എത്ര അലറി വിളിച്ചാലും ചിലതിൻ്റെ ഒന്നും ചെവിക്കകത്ത് കയറത്തില്ല. ആമേൻ സ്തോത്രം. എങ്ങനെ ചെവി തുറക്കണമെന്ന് ചോദിച്ചാൽ ആമേൻ നമുക്ക് പറഞ്ഞു തരാനും അറിയത്തില്ല, നിനക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആമേൻ ആമേൻ, മഞ്ചത്തിൽ ഇരുന്നവൻ യേശുവിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റതുപോലെ നിന്റെ ശബ്ദം കേട്ട് പിശാച് അടച്ചു വെച്ച ചില കാതുകൾ തുറക്കപ്പെടും. യേശുവിൻ നാമത്തിൽ നിന്റെ മേലൊരു അഭിഷേകത്തെ, നിന്റെ മേൽ വ്യത്യസ്തമായ ഒരു അഭിഷേകത്തെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല, ഞാൻ ആ സഹോദരിയുടെ സാക്ഷ്യം പറയുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ആ സാക്ഷ്യം ആവർത്തിക്കുവാൻ പോകുകയെന്ന് പറഞ്ഞേ. ആമേൻ ആമേൻ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ സിസ്റ്റർ, നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ആമേൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചിട്ട് ചിലരൊക്കെ മാനസാന്തരപ്പെടുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ റബാല ഷെഖനെ, യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ റബാല ഷെഖനെ റദരെ ഷന്താരകന. ഓ താങ്ക് യു ലോർഡ്. നീ ചിലത് ചെയ്യുമ്പോൾ ആമേൻ റബാ ഷെഖെ റദരെ ഷന്താരകന. നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ ചിലത് ചെയ്യുമ്പോൾ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഇത് ചിലത് ചെയ്യുമ്പോൾ ആമേൻ ആമേൻ ആമേൻ, നീ ചെയ്യുന്നതിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന അവൻ ഈ വീഡിയോയിൽ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്ന ചില മാതാപിതാക്കളോട് പറയട്ടെ, ആമേൻ ആമേൻ സഹോദര, ആമേൻ നീ അയച്ചു കൊടുക്കുന്ന പൈസ ആമേൻ അക്കൗണ്ടിൽ നിന്ന് കയ്യിൽ എടുക്കുമ്പോ നിന്റെ തലമുറയുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഓ റാബാര ഷെഖനെ ആമേൻ റാബാ ഷെഖെ റാദൂരിയ ഷെദരെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ ആമേൻ സ്തോത്രം. നീ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മടങ്ങുമെങ്കിൽ എനിക്കറിയത്തില്ല. ആമേൻ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ ആമേൻ അഭിഷേകവും ശക്തിയും മാത്രമല്ല. ആമേൻ ഞാൻ ആവർത്തിച്ചു പറയാം. ആമേൻ കാഴ്ചപ്പാടും ദർശനവും കർത്താവ് തരികയാണ്. കുടുംബങ്ങളെ പിടിച്ചെടുക്കുവാൻ ദർശനവും കാഴ്ചപ്പാടും അഭിഷേകമുണ്ട്. ശക്തിയുണ്ട്, ദർശനം കൂടെ. ചേർന്ന് 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 യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ഈ വൈകിവേളയിലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വ്യാപാരം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ട കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. അപ്പാ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അടിയൻ പുൽപ്പറ്റിൽ കയറിയപ്പോൾ അത് സംസാരിച്ചുവല്ലോ. അഗ്നിയുടെ അഭിഷേകത്തിന്റെ ചൂട്, ആ ചൂട് അടിയൻ അനുഭവിച്ചു. ഇതിനകത്ത് ഓരോ വ്യക്തികള് ആ ചൂളയിലേക്ക് എറിയപ്പെട്ടതുപോലെ, അഭിഷേകത്തിന്റെ തീയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടതുപോലെ സ്വർഗ്ഗങ്ങൾ പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആത്മാവിന്റെ ശക്തിയാൽ ചെയ്തെടുക്കുന്ന, ആത്മാവിന്റെ ശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.